കർത്താവ് മരിച്ചു എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് പീലാത്തോസിനാണ്. അവൻ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായത് പീലാത്തോസാണ്. പീലാത്തോസിന്റെ കഥാപാത്രങ്ങള് നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിലുണ്ട്. അധികാരത്തിൽ നിലനിൽക്കാൻ, പണം കൊണ്ട് വിജയം നേടാൻ ഞാനും നിങ്ങളൊക്കെ നടത്തുന്ന പരിശ്രമങ്ങളെ ഈ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതാണ്. യൂദാസ് പണം വാങ്ങിച്ചിട്ട് കർത്താവിനെ ഒറ്റിക്കൊടുത്തുവെങ്കിൽ കർത്താവിന്റെ ശ്രേഷ്ഠ ശിഷ്യൻ പത്രോസ് പണം വാങ്ങിക്കാതെ കർത്താവിനെ ഉപേക്ഷിച്ചവനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 18-ാമത്തെ അധ്യായത്തിലെ 25 തുടങ്ങിയുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് തടിതപ്പാൻ കാണിക്കുന്ന കുൽസിതമായിട്ടുള്ള നിലപാടുകൾ എത്ര ഭയാനകമാണ്. ഒരു സ്ത്രീ ചോദിച്ചെന്നാ പറയുന്നത്, നിന്നെ ഞാൻ അവന്റെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ. പത്രോസ് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? നിനക്ക് തെറ്റിപ്പോയതാണ്. എന്റെ ചായയിൽ വേറെ ആളുകളുണ്ടാകാം, ഞാനല്ല. പത്രോസ് കൗതുകം കൊണ്ട് കർത്താവിന് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനായിട്ട് പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു. പത്രോസ് ചെയ്ത കയ്യബ്ദം വാളുകൊണ്ട് വെട്ടിയപ്പോഴ് ചെവി മുറിഞ്ഞ പട്ടാളക്കാരന്റെ ഒരു സഹപ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു. പത്രോസിനോട് ചോദിച്ചു, നീ എന്നടാ വാളെടുത്ത് വെട്ടിയത്? വാള് കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. ഞാൻ വാളൊരിക്കലും കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. പിടിച്ചു നിൽക്കാൻ കർത്താവിനെ ഉപേക്ഷിക്കുന്ന പത്രോസിന്റെ ചിത്രം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ പള്ളിയിലൊക്കെ എല്ലാ കാര്യങ്ങളും മുമ്പിലാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ നേതൃത്വം കൊടുക്കുന്നവരാണ്. ഇടവകളിലൊക്കെ നമുക്ക് പത്രോസിന്റെ സ്ഥാനമാണ്. നമ്മൾ പറഞ്ഞാൽ എല്ലാവരും ഒതുങ്ങും, എല്ലാവരും അടങ്ങും. പക്ഷേ പത്രോസ് വിശ്വാസയോഗ്യമല്ലാത്ത ഒരു നിലപാടെടുത്ത ഒരാളാണ്.